ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഞാനിന്ന് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. ഒരു വീക്കെൻഡാണ്. പിന്നെ കാര്യമായിട്ട് ഇതിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കണതും കാര്യമൊന്നും കാണിക്കുന്നില്ല. ഇന്ന് കുറച്ച് ലേസി ഡേ ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് സെമി വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ ആ ഒരു ഇതിലങ്ങനെ പോകുമല്ലോ. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തെ, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പുറത്തുനിന്ന് നമുക്ക് ഫുഡാക്കാം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ നമുക്ക് പുറത്തുനിന്ന് ഫുഡാക്കാം. അപ്പോൾ ടാനിക്കുള്ള പാൻ കേക്ക് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കേട്ടോ. കാണല്ലോ ടാനിയുടെ മൂക്ക് ഇവിടെ. എവിടൊക്കെ പോണേ? നമ്മളെവിടൊക്കെ പോണേ? ഡ്രോണാ? ഓ, ഡ്രോൺ ഓടിക്കാൻ പോവാ. ചൂടാണ്. ഇന്നിവിടെ പുറത്ത് നല്ല വെതറാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇവിടെ മഞ്ഞൊക്കെ മെൽറ്റായി നല്ലൊരു വെതറാണ്. ഇടയ്ക്ക് ചെറിയൊരു ചൂടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു തണുപ്പ്. നമുക്ക് പുറത്തിറങ്ങാവുന്നൊരു തണുപ്പുണ്ടാവാറുള്ളൂ. പക്ഷേ നമ്മൾ ബാക്ക് യാർഡിൽ ഇറങ്ങിയിട്ട് കുറേ ആയിട്ടോ. മഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് രണ്ടുപേരും കൂടിയിട്ട് ഡ്രോണ് പറത്താറും അങ്ങനെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യല്. ടാനിയുടെ ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഇത്. ടാനി, അതെന്താ ഡ്രോണാ? ആരുടെ ഡ്രോണോ അത്? ഡാഡിന്റെ. കുറച്ച് ഒരു പീസ് പാക്കാം ആണോ? നമ്മൾ പുല്ല് നോക്കിയാൽ ഫുള്ള് കരിഞ്ഞു കിടക്കുന്നില്ലേ? ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ സമ്മർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഫുള്ള് പച്ചയായിട്ട്. പിന്നെ നമ്മൾ പുല്ല് വെട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള പണി. പക്ഷേ നമ്മൾ ഇവിടെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, റോബോട്ട്. അത് തനിയെ ലോൺ റിമൂവ് ആയി ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് അങ്കിൾ അവിടെ സെറ്റ് ആക്കണേ. അപ്പോൾ അതിനിടയിൽ ടാൻ ഇവിടെ നിന്ന് അങ്ങളുടെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സെമി സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ കിടക്കും. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോകാനുള്ളതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കോസ്കോന്ന് വാങ്ങിച്ചാണ്. കോസ്കോയിലെ ഡേറ്റ്സ് ഭയങ്കര നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല വലുതുമാണ് കേട്ടോ. ഡേറ്റ്സ് ആണല്ലോ നമ്മൾ മെയിൻ നോമ്പിൻ്റെ ഇത്. അപ്പൊ തീർന്നു തുടങ്ങിയിരുന്നു. പിന്നെ ടാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നന്നായി ഡേറ്റ്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ പിന്നെ എന്തായാലും അതൊന്ന് വാങ്ങിച്ചു. പിന്നെ നമുക്കിത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാല് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്, കാരണം ഞാൻ ടാനിക്ക് ഡെയിലി കുറച്ചെങ്കിലും പാല് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ റോ ഫിഷ് ഷ്രിമ്പ് ഉണ്ടല്ലോ, നമുക്കിവിടെ കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷ്രിമ്പാണ് കേട്ടത്. ഇവിടെ നമുക്ക് കുക്കഡ് ആയതും കിട്ടും. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല ഇത് കുറച്ച് വലിയ സൈസും കൂടിയാണ് കേട്ടോ. സെമി എനിക്കിത് സർപ്രൈസ് ആയിട്ട് കൊടുന്ന സാധനമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊരു 6 പീസ് വരുന്ന ഒരു ഗ്ലാസിന്റെ ഒരു മറ്റേ ജാറ് പോലെയല്ലേ, ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് ഞാൻ ഇത്ര വലുതാണെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇതിൽ വലിയ സൈസ് നമ്മളെ കബോർഡിൽ കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. പിന്നെ നന്നായി എയർ ടൈറ്റ് ആയി നിന്നോളും. എന്ത് ഇടണം എന്നുള്ള കൺഫ്യൂഷനായി ഇപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോൾ. ഞാൻ ഇതിന്റെ വേറൊരു ഐറ്റം $2-3 വാങ്ങിച്ചിരുന്നു. പക്ഷെ എനിക്കിത് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. നല്ല വലിപ്പമുണ്ട്. പിന്നെ 3 സൈസിൽ വരുന്നുണ്ട്. എല്ലാം 2 വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ആക്കാന്നല്ലേ പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രിഡ്ജിൽ എൻ്റെ കുറച്ച് സ്നാക്സ് ഇരിക്കുന്നുണ്ട്, അപ്പം അത് കേടായി പോവും. പിന്നെ ടാനിക്ക് നഗ്ഗറ്റ്സും വെക്കാം. ഒക്കെ 2 വെച്ചിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നോമ്പ് തുറക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും റെഡിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയാണ്. നമ്മൾ പോകുന്നത് മിസിസാഗയിലോട്ടാണ് കേട്ടോ. മിസിസാഗ നല്ല അടിപൊളി മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ സെമി റീല് കണ്ടിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ആക്കാന്ന് ആയത്. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ റീല് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നല്ല ഫുഡ് സ്പോട്ടൊക്കെ നോക്കിയിരിക്കും. പക്ഷെ നമ്മൾക്ക് മടുക്കാത്തൊരു മന്തി, അത് മാത്രമല്ല ഇവിടെ കിട്ടുന്ന ഇതിൽ ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് പറയുന്നത് ഇവിടെയുള്ള മന്തിയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കി വെച്ച സ്നാക്സ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. സെമിനെ ഞാൻ ഏൽപ്പിച്ചായിരുന്നു, എടുക്കാൻ മറന്നു.
മറന്നുപോയി. അപ്പം ഇനി എന്തായാലും നമുക്ക് പോണ വഴിക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ അവിടെ എത്തുന്ന മുന്നിൽ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ മിസ്സാക ടേസ്റ്റ് ഓഫ് മലയാളീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സ്നാക്സ് ഇട്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഞങ്ങൾ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓ ഇത് ചിക്കൻ റോൾ അല്ലേ? ഞാൻ കുറേ ഇക്കണോട് ചിക്കൻ റോൾ കഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മൾ മന്തിക്കടയിലോട്ടാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും തിരക്കുള്ള ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അത്രക്ക് തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോമ്പ് പറഞ്ഞാൽ ഏതായാലും നന്നായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്കൊന്ന് സീറ്റ്. ഇതാ എല്ലാവരും സീറ്റ് ഫുള്ളി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും നല്ല ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു സീറ്റ് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു പ്ലേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അതിൽ നമുക്ക് മിക്സഡ് പ്ലേറ്റ് ആണ്. ഞാൻ ചിക്കനാണ് കഴിക്കുക. അപ്പോൾ എനിക്കും ടാനിക്കും ചിക്കൻ ഉണ്ട്, പിന്നെ സെമിക്ക് മട്ടനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മന്തി ഉണ്ടല്ലോ ടാനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വേറൊരു സ്പോട്ടും നമ്മൾ നോക്കാറേ ഇല്ല. ഈ ഒരു മന്തി കഴിച്ചതിന് ശേഷം ഇവിടെ തന്നെ നമ്മൾ കഴിക്കാറുള്ളൂ. പിന്നെ വരുന്നതാണ് ഈ ലെൻറ്റിൽ സൂപ്പ്, അതായത് നമ്മൾ പരിപ്പിൻ്റെ സൂപ്പാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ടാനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇന്നെന്തോ പരിപ്പിന് മുകളിൽ പച്ചയില ഒന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ഇവരെ സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിനെ ഞാൻ ഇന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് ലണ്ടനിലാണ്, റിയ എന്നാണ് പേര്. അപ്പോൾ അവളോട് ഞാൻ കുനാഫ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവള് സജസ്റ്റ് ചെയ്താണ് ഈ ന്യൂട്ടല്ല കുനാഫയും. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബക്ലാവ, അതും ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് വയറ് നിറഞ്ഞത് കൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാർസൽ എടുത്തുട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് പോയി. കാരണം നമ്മൾ ഡെയിലി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി നമ്മൾ എക്സോസ്റ്റഡ് ആവുമല്ലേ. അപ്പോൾ ഇന്നൊരു ചേഞ്ചായി. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു ദിവസം തന്നെ, നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്ന് നമുക്കിവിടെ 20ാമത്തെ നോമ്പാവും കേട്ടോ. അപ്പോൾ നോമ്പ് കഴിയാന്ന് പറയുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ള ഒരു നോമ്പ് തുറയായിരുന്നു ഇന്ന്. അപ്പോൾ ശരി, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.